ഫൈനലി ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു കിഡിലൻ ഫീച്ചർ വാട്സാപ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ഫീച്ചർ വാട്സാപ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്തതുമാണ്. അത് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും വാട്സാപ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്ന്. ആ ഒരു പരാതി ഇനി ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും വാട്സാപ്പിൽ ആ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് മൊബൈലിലും ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ആ ഫീച്ചർ എന്നല്ലേ? ഡോക്യുമെന്റ് സ്കാനർ. നമുക്കിനി പുറത്തു നിന്ന് ഒരു ഡോക്യുമെന്റ് സ്കാനർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. വാട്സപ്പിന്റെ അകത്ത് തന്നെ കിഡിലൻ ഡോക്യുമെന്റ് സ്കാനർ വന്നു കഴിഞ്ഞു. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ തന്നെ ആ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തിട്ട് ഡയറക്റ്റ് ആ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ PDF ആയിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും, അതും ഹൈ ക്വാളിറ്റിയിൽ. ഇതെങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന് ഫോട്ടോസും വീഡിയോസും ഇവിടെ പിന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെന്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് ഉള്ളത്. എന്നാൽ നിങ്ങൾ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ഫോണിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ് ഫീച്ചർ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ആ ഒരു ഡോക്യുമെന്റ് എന്ന ആ ഒരു ഫീച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെന്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഓപ്ഷനുകളുണ്ട്. ഇവിടെ സ്കാൻ ഡോക്യുമെന്റ് എന്ന പുതിയ ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡോക്യുമെന്റും സ്കാൻ ചെയ്ത് PDF ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക. ഇവിടെ മാനുവൽ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്. ഇൻബിൽട്ട് ആയിട്ട് ഓട്ടോമാറ്റിക്കിലാണ് ഉള്ളത്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ എഴുത്ത് എനിക്ക് സ്കാൻ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ മൊബൈലൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ സ്കാനായിട്ട് വരും. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല രൂപത്തിൽ നമുക്ക് ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇത് സ്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ഞാനിവിടെ ഡൺ കൊടുക്കുകയാണ്. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു ഫയൽ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഡൺ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. അതൊരു PDF ഫയലായിട്ട് അവർക്ക് നമുക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു സ്കാൻ ഡോക്യുമെൻ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാനുവൽ സെലക്ട് ചെയ്യാണ്. മാനുവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് സ്കാൻ ആകുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്തു ഉടനെ തന്നെ അത് സ്കാനായി വന്നിട്ടുണ്ട്. താഴെ ക്രോപ്പ് ചെയ്യാം, ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ എഫക്റ്റുകൾ കൊടുക്കാം. ഓക്കെ, ഞാനതൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് ഫിൽറ്ററുകളും എഫക്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഞാൻ ഇത് ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെൻഡ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമുക്ക് മറ്റൊരു ഫയൽ കൂടി ഇതിലേക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫയൽ മാത്രം ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇവിടെ ക്യാപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇത് നമുക്ക് PDF ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇനി വന്നിട്ടില്ല എങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കും. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നിലവിൽ ആൻഡ്രോയിഡ് മൊബൈലിൽ വാട്സാപ്പിന്റെ ബീറ്റ വെർഷൻ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.